കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് 2020 മഹാസമ്മേളനം നടന്നു. വലിയ സമ്മേളനമായിരുന്നു. 2020 സംബന്ധിച്ചിടത്തോളം അണികൾക്ക് ഇവിടെ CPM ചെയ്യുന്ന ഒരു കഷ്ടപ്പാടില്ല അണികൾ വന്നു ചേരാൻ വേണ്ടി. തൊഴിലുറപ്പുകാരെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുപോലെ മറ്റ് ആവശ്യങ്ങളൊന്നുമില്ല. സാബു ജേക്കബ് വിളിച്ചു കഴിഞ്ഞാൽ 2020 പ്രതിനിധികൾ കിഴക്കമ്പലത്ത് പാഞ്ഞെത്തും. അതുപോലെ മറ്റ് ഭാഗങ്ങളിലും മറ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ സാബു എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി ഒരുമിച്ച് കൂടും. അത് സത്യം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന ആ സമ്മേളനത്തിൽ സാബു ജേക്കബിന്റെ പരാമർശങ്ങളും അതേപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗവും എല്ലാം വളരെ വേറിട്ടെന്താണ്, അതല്ലെങ്കിൽ എന്തോ വലിയ മഹാസംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാജിസ്കറിയെയും അതുപോലെ ക്രൈം നന്ദകുമാറും ഒക്കെ ആഘോഷിക്കുന്നത് കണ്ടു. ആ വീഡിയോ കണ്ടപ്പോ, അതായത് ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ സാബു ജേക്കബും മറ്റു പാർട്ടിക്കാരിൽ നിന്നും വിഭിന്നനല്ല, അതിന്റെ മറ്റൊരു പതിപ്പാണ്, ഒരുപക്ഷെ അതിനേക്കാളും ഒന്നുകൂടി മോശമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അത് വ്യക്തമായത് കേൾക്കുന്നവരൊക്കെ മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ ഇടത് വലത് കക്ഷികളുടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ CPM-ന്റെ ഇപ്പോഴത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാബു ജേക്കബിന്റെ പ്രസ്താവനകളും അതുപോലെ ഈ കേരളം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടോ ഈ കടമെല്ലാം തീർത്ത് മിച്ചം കോടികൾ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കും എന്നതും ഒക്കെ ശരി തന്നെ, സാബുവിന് സാധിക്കുകയൊക്കെ ചെയ്യും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇവിടുത്തെ അഴിമതികൾ നീങ്ങി, കൈക്കൂലി കോഴ അതെല്ലാം നീങ്ങി, ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്ന പരിപാടി നിർത്തി കൃത്യമായി നികുതി പിരിച്ചെടുത്ത് അത് കൃത്യമായി വിനിയോഗിച്ചാൽ, പുതിയ വ്യവസായ സംരംഭങ്ങളും ഇവിടെ തുടങ്ങാൻ അനുവദിച്ചാൽ വർഷങ്ങൾക്കകം കേരളത്തിന്റെ എല്ലാ ബാധ്യതകളും തീർന്ന് മിച്ച സംസ്ഥാനമായി വളരെ സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു വലിയ സംസ്ഥാനമായി മാറാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ നേരെ വിപരീത ദിശയിലേക്കാണ് CPM നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മേളനത്തിൽ, ഇതിന് തൊട്ടു മുമ്പ് നടന്ന സമ്മേളനത്തിൽ സാബു ജേക്കബ് പറഞ്ഞിരുന്ന ആ ഒരു പ്രസംഗം ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഈ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക അവസ്ഥ വളർത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം വരുമെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, അത് ആര് തന്നെ ആയിരുന്നാലും. പക്ഷെ കഴിഞ്ഞ ദിവസം സാബു ജേക്കബ് സംസാരിച്ചത് ഒരു വലിയ സുഖമുള്ള ഒരു പ്രസംഗമായിരുന്നില്ല. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം സാബു ജേക്കബിന്റെ ഒരു പ്രസ്താവനയുണ്ട്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും എല്ലാം സാബു ജേക്കബിനെ നിരന്തരമായി വേട്ടയാടുന്നു എന്ന്. വേട്ടയാടല് സർവ്വസാധാരണമായിരിക്കണം. ഇപ്പോ അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരെ ഒക്കെ അവർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കള്ളക്കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സാബു ജേക്കബ് എന്നല്ല, ഷാജിസ്കറി ആയാലും ആരായാലും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സാബു ജേക്കബിനെ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ അറസ്റ്റ് ചെയ്താൽ, കള്ളക്കേസിലോ മറ്റോ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അകത്തായിരിക്കും, എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നു, സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്നത് ആറ്റം ബോംബാണ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം വീണ വിജയന്റെ എന്തൊക്കെയോ അഴിമതികൾ, പിണറായി വിജയന്റെ എന്തൊക്കെയോ അഴിമതികൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ, മറ്റ് കള്ളപ്പണ ഇടപാടുകൾ, അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെയോ സാബു ജേക്കബിന് വ്യക്തമായി തെളിവ് സഹിതം അറിയാമെന്നാണ്. അല്ലെങ്കിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനാകാത്ത വിധം പൂട്ടാനുള്ള സകല കാര്യങ്ങളും സാബു ജേക്കബിന്റെ കൊട്ടയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണല്ലോ അത് മനസ്സിലാക്കേണ്ടേ. അങ്ങനെ വരുമ്പോ തന്നെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണോ സാബു ജേക്കബിന് സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റാൻ വേണ്ടിയിട്ട്? ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയല്ലേ അപ്പൊ സാബു ജേക്കബ്? ഇവിടെ ഇത്തരത്തിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, ഇവിടെ കുറെ കള്ള പരിപാടി നടന്നിട്ടുണ്ട്, കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കൃത്യമായി നിയമ നടപടി എടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ സാബു ജേക്കബ് കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞതും ഇപ്പോഴത്തെ സമ്മേളനത്തിൽ പറഞ്ഞതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. മുഖ്യമന്ത്രി എന്നല്ല, മുഖ്യമന്ത്രിയുടെ മകളെന്നല്ല, ഇവരെല്ലാം കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള ഒരു പ്രാധാന്യമേ 2020 സംബന്ധിച്ചെടുത്തുള്ളൂ, അല്ലാതെ മാറ്റൊന്നുമില്ലല്ലോ. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് പണം ഒഴുകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെടുന്നത്, കുറ്റകൃത്യം ചെയ്യുന്നത് സാബു ജേക്കബിന് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ നിയമ നടപടികൾക്ക് വിധേയാക്കി ശിക്ഷ വാങ്ങി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ. അതാണ് സാബു ജേക്കബ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ തന്നെ അടിക്കുമെന്നുണ്ടെങ്കിൽ, തന്നെ കൊത്തുമെന്നുണ്ടെങ്കിൽ അപ്പോൾ എടുക്കാൻ വേണ്ടി ഒരു വടിയായിട്ട് ഇതിനെ സൂക്ഷിച്ചു വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ CPM അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്താണ് സാബു ജേക്കബിലുള്ള വ്യത്യാസം? ഇവിടെ സാബു ജേക്കബ് പറയുന്നത് തന്നെ കേസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പുറത്തുവിടും. അങ്ങനെ പറയുമ്പോൾ അതിനു വേണ്ടി പാത്തു വെച്ചേക്കാണ്. അപ്പോ എന്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയാണ്, എന്താണ് രാഷ്ട്ര പ്രതിബദ്ധതയാണ് സാബു ജേക്കബിനുള്ളത്? ഇവിടുത്തെ നിയമ സംവിധാനവുമായി നീതി പുലർത്താൻ സാബു ജേക്കബിന് കഴിയില്ല എന്ന് തെളിയിക്കല്ലേ അവിടെ. ഇവിടെ കുറ്റവാളികളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സാബു ജേക്കബ് ഏറ്റെടുത്തതുപോലെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാബു ജേക്കബ് തന്നെ പറയുന്നു, മന്ത്രി രാജീവ് അടക്കമുള്ളവർ സാബു ജേക്കബിന്റെ വീട്ടിൽ വന്ന്
ഓഫറുകൾ കൊടുത്തത്രേ. MP സ്ഥാനം തരാം, MLA സ്ഥാനം തരാം, എന്തൊക്കെ തരാം, അത്ര MLA തരാം, ഇത്ര MLA തരാമെന്ന്. അതുപോലെ കോൺഗ്രസിന്റെ വക്താക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് സാബു ജേക്കബിനെ കണ്ടു, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ വാഗ്ദാനം പറഞ്ഞു എന്ന് പറയുന്നു. ഇത് വിളിച്ചു പറയുന്നത് തന്നെ സാബു ജേക്കബ് എന്ന വ്യക്തിയുടെ പക്വതയില്ലായ്മയാണ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം സ്വാഭാവികമായും പ്രശസ്തിയിലും അതുപോലെ ജനപ്രീതിയിലും വരുന്ന ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അവരെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഭരണം നമുക്ക് ഒരുമിച്ച് പിടിക്കാം എന്ന് കരുതി പലരും പലരോട് സംസാരിക്കും. സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും സാബു ജേക്കബിന്റെ വീട്ടിൽ വന്ന് സാബുവിന് സ്വാധീനിക്കാൻ കഴിയുമോ, 2020 തങ്ങളുടെ കൂടെ ചേർക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ തകിടം മറിക്കുന്ന വിധത്തിൽ തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തെളിയിക്കുകയാണ് സാബു ജേക്കബോടെ. കാരണം VD സതീശനായാലും അതേപോലെ മന്ത്രി രാജീവായാലും ആരായാലും അവരെ സമീപിക്കുന്നത് 2020 സമീപിക്കുന്നത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാവും. ഇവിടെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ സുരേന്ദ്രൻ, അതുപോലെ മറ്റ് LDFന്റെ നേതാക്കൾ, ഇവരെല്ലാവരും ഒരുമിച്ച് ഫംഗ്ഷനിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടല്ലേ. അവിടെ BJP എന്നോ മുസ്ലിം ലീഗ് എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷം എന്നോ ഒന്നുമില്ലായിരുന്നല്ലോ. അത്തരത്തിൽ ഫംഗ്ഷൻ പറയുമ്പോൾ ഒരുമിച്ച് പെരുമാറും. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി വേറിട്ട് നിൽക്കും. സംഗതിയൊക്കെ ശരി തന്നെ. അവർ തമ്മിൽ പല ബന്ധങ്ങളും പല സംസാരങ്ങളും പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഒരു ശത്രുപക്ഷത്തേക്ക് മാറുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുമായിട്ട് തെറ്റുമ്പോഴോ അതാരും വിളിച്ചു പറയില്ല. അങ്ങനെ വിളിച്ചു പറയുന്നത് അന്തസ്സായ ഒരു പ്രവൃത്തിയല്ല. സാബു ജേക്കബിനോട് രഹസ്യമായി അവർ സംസാരിച്ചു. തലയിൽ മുണ്ടിട്ട് വന്നു എന്നാണ് സാബു ജേക്കബ് കളിയാക്കി പറയുന്നത്. ആയിക്കോട്ടെ, വന്നത് തലയിൽ മുണ്ടിട്ട് വരേണ്ട ഒരു ഭാഗത്തല്ലല്ലോ. സാബു ജേക്കബിന്റെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ഓഫീസിലേക്കോ അല്ലേ അവർ വന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മറ്റ് സെന്ററുകളിലേക്കല്ലല്ലോ വന്നത് തലയിൽ മുണ്ടിട്ടു എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് മറ്റൊന്ന് പറഞ്ഞൂടെ, സാബു ജേക്കബിന്റെ വീട്ടിലേക്ക് തലയിൽ മുണ്ടിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു ജേക്കബിനെ നിഷേധിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ തലയിൽ മുണ്ടിടാതെ പോകാം. പക്ഷെ സാബു ജേക്കബ് എന്ന് പറയുന്ന 2020 ഇപ്പോഴത്തെ അനിഷേധ്യനായ അമരക്കാരന്റെ വീട്ടിൽ പോകാൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ തലയിൽ മുണ്ടിട്ട് ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണോ താങ്കളുടെ പ്രസ്ഥാനവും താങ്കളുടെ വാസസ്ഥലവും താങ്കളുടെ ഓഫീസും ഒക്കെ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ താങ്കൾ കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ്. അതായത് താങ്കളെ വിശ്വസിച്ച് സംസാരിച്ചതിനെ മാന്തി പുറത്തിട്ടു. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഇവിടെ സംഭാവനകൾ കൊടുക്കുന്നത്, ഇവിടെ ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കും. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ അനുഭാവിയായിട്ടുള്ള ഒരു വലിയൊരു സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ CPM-നും സംഭാവന കൊടുക്കും, കോൺഗ്രസിന് സംഭാവന കൊടുക്കും, BJP-ക്ക് സംഭാവന കൊടുക്കും, മുസ്ലിം ലീഗിനും കൊടുക്കും, എല്ലാവരും ഒരു സംഭാവന കൊടുക്കും. അത് നിലവിലുള്ള ഒരു രീതിയാണ്. ആ രീതിയിൽ 2020 അമരക്കാരനായിട്ടുള്ള സാബു ജേക്കബ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് CPM-ന് സംഭാവന കൊടുത്തിട്ടുണ്ടാകാം, ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ടാകാം, അതുപോലെ കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ടാകാം, BJP-ക്ക് കൊടുത്തിട്ടുണ്ടാകാം. അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് വിളിച്ചു പറയുന്നത്? അപ്പൊ നിങ്ങൾ അത്ര അല്പനാണോ? സാബു ജേക്കബിനെ വിശ്വസിക്കാനും കൊള്ളത്തില്ല. അദ്ദേഹം ഒരു അല്പനാണ് എന്നാണ് കഴിഞ്ഞ ഒരു ഒറ്റ പ്രസംഗം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ 2020 ഒരു മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തനായി നിലനിർത്തുന്ന ഒരാളായിട്ട് എനിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ തോന്നിയില്ല. അതിനേക്കാളും തറയടിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന് വിശ്വസിക്കാൻ കൊള്ളില്ല, രണ്ട് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല, ഇത് രണ്ടും അറിയില്ല. എന്നിട്ട് അത് വീമ്പിളക്കിക്കൊണ്ട് വേദിയിൽ വെച്ച് വലിയ താളമടിക്കുകയാണ്, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന്. ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ സാബു ജേക്കബിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പറയേണ്ടത് പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയാനും പറയേണ്ടാത്തത് പറയാതിരിക്കാനുമുള്ള കഴിവാണ് പൊളിറ്റിക്സ് ഒരു ലീഡർക്ക് വേണ്ടത്. സാബുവിന് പറയേണ്ടാത്തത് പറയുന്ന ഒരു ശീലമാണുള്ളത്. ഈ സംഭാവനകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു ജേക്കബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പോലും വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ അറിയരുത് എന്നാണ്. ഇങ്ങനെ കൊടുത്തിട്ട് വിളിച്ചു പറയാനാണെങ്കിൽ സാബു എന്തിനാണ് അത് കൊടുക്കുന്നത്? ഇതിൽ പരം ചെറ്റത്തരം വേറെ എന്തെങ്കിലും ഉണ്ടോ? നാണക്കേട് വേറെ ഉണ്ടോ? അതുകൊണ്ട് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് കഴിഞ്ഞ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഈ സംസാരത്തോട് വിയോജിപ്പ് പക്ഷെ മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കാം. അത് വേണം, അത് ആവശ്യമാണ്. ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു എന്ന് മാത്രം.